ഇപ്പോൾ നാരായണൻ നായർ വാർത്താസമ്മേളനം നടത്തുകയാണ്. ഫെബ്രുവരി 1 ബുധനാഴ്ച നാളെ തുറന്ന് പ്രവർത്തിക്കും. കോളേജിന്റെ സുഗമമായ സഹായം അഭ്യർത്ഥിക്കുന്നു. ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ ഗവേണിംഗ് കൗൺസിലും എക്സിക്യൂട്ടീവോടെ കൂടിയിട്ട് 5 അംഗ കമ്മിറ്റി എടുത്തു. ആ 5 അംഗ കമ്മിറ്റി ബാക്കിയുള്ള ആളുകളോട് ബന്ധപ്പെട്ടവരെ വിളിച്ചു കൂട്ടി സംസാരിക്കുന്ന അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനം എടുത്തത്. അത് ഇനി ബന്ധപ്പെട്ട ആളുകൾക്ക് പിന്നെ രണ്ടാമത് അവർ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ആളുണ്ടാക്കി തീരുമാനമെടുത്തത്. കാരണം ഇത് 20 ദിവസമായിട്ട് കോളേജ് ക്ലാസ്സില്ല. അപ്പോൾ ഇനി 2 മാസമേ ഉള്ളൂ. മറ്റെല്ലാ കുട്ടികളുടെ കാര്യമൊക്കെ അവതാളത്താണ് നീട്ടിക്കൊണ്ട് പോയാൽ ശരിയല്ല. അതുകൊണ്ട് പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യമില്ലാത്ത കാര്യത്തിലാണ് ഈ സമരവും ഇത്രയും ബഹളം ഉണ്ടാക്കിയത്. ഈ 49 വർഷമായി ഞങ്ങൾ തുടങ്ങിയത്. ഇതുവരെ ഇങ്ങനെ സമരം ഉണ്ടായിട്ടില്ല ഈ കോളേജിൽ. അത് കഴിഞ്ഞ് ഇതുമാതിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വലിയ ബുദ്ധിമുട്ടല്ലേ കുട്ടികൾക്ക്. എല്ലാം ഭാവി പോകുന്നതുകൊണ്ട് ഞങ്ങൾ അടിയന്തരമായിട്ട് തീരുമാനമെടുത്ത് ഈ രീതിയിലുള്ള ഏർപ്പാടാക്കി. ഞാൻ അയ്യപ്പുള്ള ചേട്ടൻ, പിന്നെ നാരായണദാസ്, നാഗരാജ നാരായണൻ, ഇടവനാടൊരു വക്കീലുണ്ട് രഞ്ജിത്ത് കാലത്തേക്ക് ഉണ്ടായിരുന്നു, ഇപ്പോൾ പോയി വന്നില്ല. അതുകൂടെയാണ് 5 കമ്മിറ്റി എടുത്തത്. 5 കമ്മിറ്റിയാണ് ഗവേണിംഗ് കൗൺസിൽ ചുമതലപ്പെടുത്തിയ 5 അംഗ സമിതി ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടി ഗവേണിംഗ് കൗൺസിൽ ചുമതലപ്പെടുത്തിയ 5 അംഗ സമിതി ബന്ധപ്പെട്ട എല്ലാവരുമായി ചർച്ച ചെയ്ത് എടുത്ത തീരുമാനങ്ങളാണ്. എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമായും ചർച്ച ചെയ്തു. അവരുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനമെടുത്തത്. പ്രിൻസിപ്പൽ ലക്ഷ്മിനായർ അറിയും, അല്ല അറിയിച്ചിട്ടുണ്ട്. അംഗീകരിക്കുന്ന വിശ്വാസം. മാറ്റിയിരിക്കുന്നത് 5 വർഷത്തേക്ക് ഇവിടെ വേണ്ടാതെ തിരിച്ചു കൊടുക്കുക, പിന്നെ ആലോചിക്കും. അതിനുശേഷം 5 വർഷത്തേക്കാണ് ഇപ്പോൾ ഞങ്ങൾ വയ്ക്കുന്നത്. അങ്ങനെയല്ല, കോളേജിൽ കയറി പഠിപ്പിക്കാനൊന്നും വരില്ല. പഠിപ്പിക്കാൻ പറ്റില്ല. അധ്യാപികയാണ്. പഠിപ്പിക്കാൻ പറ്റില്ല. അതിനകത്താണ് ഭാഗം. അകത്ത് വരും. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ടാണ് പുന്നത്തോടെ ബിൽഡിംഗ് തീർത്തിട്ടുണ്ട്. അത് ഈ പത്രങ്ങളിൽ കഴിഞ്ഞത് സർക്കാരിൻ്റെ സ്ഥലമാണെന്നും അതിന് മിസ്യൂസ് ചെയ്യാനാണെന്നും അതല്ല, റിസർച്ച് സെൻ്ററാണ് പ്രധാനമായിട്ടുള്ള. അവിടെ ആളില്ലായിരിക്കുന്നു. PhD ഒക്കെ ഉള്ള ഒരാളുടെ ആവശ്യമാണ്. അവിടെ വർക്ക് ചെയ്യാം, അവിടുത്തെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യാം. എങ്ങനെ അധികമായിട്ടുള്ള ഭൂമിയൊന്നുമില്ല. MG കോളേജിൽ 100 ഏക്കറൊക്കെ എന്താണെന്ന് ചോദിച്ചോളൂ. നമ്മുടെ ചോദിച്ചതിന് ശേഷമല്ലേ SN കോളേജിൽ സർക്കാർ ഭൂമിയില്ല. ഈ പ്രൈവറ്റ് കോളേജിൽ ഭൂമി ഉണ്ടായിരുന്ന മിക്കവാറും പ്രൈവറ്റ് കോളേജിലെല്ലാം സർക്കാർ ഭൂമിയാണ്. രണ്ടാമത്തെ കാര്യം, ഞങ്ങൾക്ക് ഇത് വന്ന് കോഴിക്കോട് അതിപ്പോഴല്ലേ എയ്ഡന്റ് വന്നതായിട്ട്. മുമ്പേ ആദ്യമായിട്ട് ശ്വാസമൊക്കെ ഇപ്പോഴല്ലേ വന്നത്. മറ്റേ നമുക്ക് അപ്രൂവൽ ഏർപ്പാടൊക്കെ ഉണ്ടായിരുന്നു ആദ്യം തന്നെയായിരുന്നു ആ കോളേജ്. അത് 72ലാണ് ഞങ്ങൾക്ക് 72ലാണ് ഇത് വന്നത്. അതായത് 68ലാണ് കോളേജ് അഫിലിയേഷൻ കിട്ടിയത്. 72ലാണ് ഇത് വന്നത്. ഇത് ഞങ്ങൾ ലാ ഡിപ്പാർട്ട്മെൻറ്റ് കീഴായിരുന്നു. മറ്റെല്ലാം കൊളിഞ്ചി ഡയറക്ടർ അവിടെയുള്ള എല്ലാം ചേർന്ന് നമ്മളിപ്പോൾ നേരത്തെ ആകാനായിട്ട് ആപ്ലിക്കേഷൻ കൊടുത്ത് തന്നില്ല. ഇപ്പം കിട്ടിയില്ല. ഒറ്റ കോളേജേ ഉള്ളൂ ആയിട്ടുള്ള കോളേജ്. ഈ 72 മുമ്പേ ഉള്ള കോളേജിൽ ഈ സൈഡറ്റ് ആക്കാത്ത ഒറ്റ കോളേജിൽ ആവശ്യപ്പെട്ട് വന്നില്ല ഉമ്മൻചാണ്ടി. സുവർണ ജൂബിലിയുടെ പേരിൽ വിദ്യാർത്ഥികളിൽ നിന്ന് 8000 രൂപ പിരിച്ചു എന്നാണ് മാനേജ്മെന്റ് പറഞ്ഞിരിക്കുന്നത്, വിദ്യാർത്ഥികളെ അറിയിച്ചിരിക്കുന്നത്. പക്ഷെ വിദ്യാർത്ഥികൾ പറയുന്നു അങ്ങനെ ഒരു പിരിവ് ഉണ്ടായിട്ടില്ല. ഇത് കള്ളപ്പണം വെളുപ്പിക്കാനാണ്. ഞങ്ങൾ
അതിനെ സംബന്ധിച്ചത് ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയത്, കറണ്ട് അക്കൗണ്ട് തുടങ്ങിയത് ബാങ്കിൽ വെക്കുന്നത്. അത് നമ്മളെന്ത് ചെയ്യാനാ ഇവിടെ പാണിക്കുള വിൻസെന്റ് പാണിക്കുള എന്ന് പറഞ്ഞ ഒരുത്തൻ കേസ് കൊടുത്തു, അഭിലേഷം ഇല്ലാതെ പറഞ്ഞത്. അതിനെ തൊട്ട് കേസ് നടത്തി. അതിൽ മാലങ്കാരവനും ജലീൽ, സുപ്രീം കോടതി ജഡ്ജി ജലീൽ കൂടെ ഡിവിഷൻ ബെഞ്ചിന് ഡിസിഷനുണ്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ അതിൻ്റെ കാപ്പി ഒന്നും തരാം സൗകര്യത്തെ കാണിച്ചത്. അതിൻ്റെ കാപ്പി റിപ്പോർട്ട് ചെയ്തത് KLR റിപ്പോർട്ട് ചെയ്ത് അഭിലേഷം ഉണ്ടെന്ന് പറഞ്ഞു. എല്ലാം റിപ്പോർട്ട് ചെയ്തു. പിന്നെ സുപ്രീം കോടതി ജഡ്ജി വരെ അവിടുന്ന് പോയതല്ലേ. ഇന്നലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമായി നടത്തിയ ചർച്ചയിൽ ഈ പ്രിൻസിപ്പൽ മാറണ്ട എന്നൊരു തീരുമാനമെടുക്കുകയും ഇന്ന് SFIയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം പ്രിൻസിപ്പൽ പെട്ടെന്ന് മാറണമെന്ന് 5 അംഗ സമിതി പെട്ടെന്ന് തീരുമാനമെടുക്കുകയും അങ്ങനെ തീരുമാനം ഒന്നും എടുത്തിട്ടില്ല. അവരും അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല. ഇതിന്റെ അഭിപ്രായങ്ങൾ ചോദിച്ചേ ഉള്ളൂ. സർക്കാരിന്റെ നിർദ്ദേശം വല്ലതും വന്നിരുന്നോ? നിർദ്ദേശം വല്ലതും അത് കേസും പക്ഷേ സാറിന് രാവിലെ SFI പ്രതിനിധികളെ മാത്രമേ ചർച്ച എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും വിളിച്ചിരുന്നു. എല്ലാ വിദ്യാർത്ഥി സംഘടനകളുമായി അവർക്ക് അറിയിപ്പ് കിട്ടിയെന്നാണല്ലോ. രാജി പറഞ്ഞൊന്നുമില്ല, അത് ചർച്ച ചെയ്യാനില്ലെങ്കിൽ രാജി വെച്ചാൽ ഉടനെ സേവ വെച്ചോണ്ടില്ല. ഒരു വിദ്യാഭ്യാസം നടത്തി ഈ രാജ്യത്ത് ഈ കേരളത്തിലെന്നല്ല ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരാളുടെ പിയുടെ പിടിച്ചുകൂടാവുമോ? അവിടെ തന്നെ ഹൈക്കോടതിയാണ്, കോടതിയില്ലേ, കോടതി ഇവിടെ നിശ്ചയം എങ്ങനെ ഒരു കാരണമില്ലെന്നാണ് അവൾ വിശ്വസിക്കുന്നത്. അതിനുള്ള കാരണങ്ങളൊന്നും നല്ലോണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് വരട്ടെ. എങ്ങനെ മാറ്റി നിർത്തിയെന്നുള്ള പ്രിൻസിപ്പാൾ സമ്മതിച്ചിട്ടില്ലല്ലോ. വേണമെങ്കിൽ ഈ ഒരു കണ്ടീഷനിൽ മാനേജ്മെന്റ് പ്രിൻസിപ്പാൾ കോടതി സമീപിച്ചുകൂടെ? കോടതി സമീപിക്കാം. ആയിക്കോട്ടെ, മാനേജ്മെന്റുമായി സഹകരിക്കുമെന്നാണ് പ്രതീക്ഷ. ഈ തീരുമാനം അവർക്ക് താല്പര്യമില്ല. ഇങ്ങനെയുള്ള പയ്യ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതിന് ശേഷം ഇതുമായി ഇത്രയൊക്കെ കഷ്ടപ്പെട്ടിട്ട് ഇതൊക്കെ ചെയ്ത് ഇതെല്ലാം കളഞ്ഞിട്ട് വന്നിട്ട് ഇത്രയും 5 കൊല്ലം കഴിഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു കാരണവും പറയാതെ പിന്നെ എങ്ങനെ ഈ ബോർഡ് നോക്കുവാണ് ഒന്നും പറയാതെയാണ്. അതായത് അക്ബർ കോളേജില്ലേ പുസ്തകം അപ്പോൾ അതിനെപ്പറ്റി പ്രതിഷേധിക്കണമെന്നും പറഞ്ഞുകൊണ്ട് പറഞ്ഞിട്ട് ABVPക്കും പിന്നീട് SFIക്ക് ആദ്യം തിങ്കളാഴ്ച സമയം കൊടുത്തു. അവരൊക്കെ സംസാരിച്ചു, പ്രതിഷേധിച്ചു. അത് അടുത്ത ദിവസം ASFനും KSUവിനാണ് സമയം കൊടുത്തിരുന്നത്. അവർ പ്രസംഗിക്കാൻ വന്നപ്പോൾ ബന്ധായിപ്പോയി. അന്ന് ബുധനാഴ്ച വെച്ചു. ബുധനാഴ്ച KSU വന്നിട്ട് അപ്പോൾ അക്ബർ കോളേജിന് ഒരു കാര്യവും പറയാതെ എല്ലാം ന്യായക്കടവിൽ ചീത്ത ആദ്യമായിട്ട് ഇടവ് യോഗം പിടിച്ചു വിട്ടു. അപ്പോൾ ASFന് പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് സമയം കിട്ടില്ല. അപ്പോഴാണ് ഞാൻ ഇവിടെ വരുന്നത്. നിങ്ങളവിടെ ബഹളം ഉണ്ടാക്കണം. അപ്പോൾ പറഞ്ഞ് ആരാ പറഞ്ഞു നാളെ പ്രസംഗിക്കാമല്ലോ. 5 വർഷം മാറ്റി നിർത്താമെന്നുള്ളതാണ് ഇപ്പൊ മാനേജ്മെന്റ് വച്ചിരിക്കുന്ന ഉപാധി. ഇത് അംഗീകരിക്കാതെ വീണ്ടും വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്ത മാനേജ്മെന്റ് നിലപാട് അങ്ങനെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല. എങ്ങനെ മറ്റ് സംഘടനകൾ വെളിയിൽ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തീരുമാനം അംഗീകരിക്കാതെ അപ്പൊ അവരുമായിട്ട് എന്തെങ്കിലും ചർച്ചയുണ്ടോ? എന്താണ് ചർച്ച? ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. ഹൈക്കോടതി കേസ് കൊടുത്തിട്ടുണ്ട്. പോലീസ് പ്രൊട്ടക്ഷനും ഏർപ്പാടായിട്ട് ക്ലാസ് നടക്കും. പോലീസ് സംരക്ഷണയിൽ നാളെ ക്ലാസ് തുടങ്ങും. അല്ല ക്ലാസ് തുടങ്ങും. റവന്യൂ വകുപ്പ് മെമ്പർ വന്ന് ഞങ്ങൾക്ക് ആദ്യം ലീസായിട്ടായിരുന്നു. 20 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് പതിച്ചിരുന്നത്. അന്ന് പെറ്റീഷൻ കൊടുത്തപ്പോൾ അത് റവന്യൂ ബോർഡ് മെമ്പർ പോയിട്ട് സ്ഥിരീകരിക്കാരൻ അദ്ദേഹം അവിടെ വന്ന് നോക്കി. അദ്ദേഹം യൂണിവേഴ്സിറ്റിയുടെ പരിശോധിച്ചു. അന്ന് 15 ഏക്കർ ലോ കോളേജ് ഒരു കോളേജ് ലോ കോളേജിൽ 15 ഏക്കറാണ് റെഗുലേഷൻസ് ഉണ്ടായിരുന്നു. 15 ഏക്കർ ഡിസൈറബിളും 12 ഏക്കർ അല്ലാതെ ഉണ്ടാവുക. 12 ഏക്കർ ഞാനൊന്നും പ്രസ് കോൺഫറൻസ് നടത്താമായിരുന്നു. ഞാൻ വയ്യാന്നടിച്ചിട്ട് ഈ സുഖമില്ല. 12 ഏക്കർ ആയിട്ട് വേണമെന്നുണ്ടായിരുന്നു അന്ന്. അത് കഴിഞ്ഞിട്ട് കുറച്ചൊക്കെ പിന്നീട് കുറച്ചിട്ടുണ്ട്. ഒരുപാട് കോളേജസ് കൊടുക്കാൻ വേണ്ടി കുറച്ചിട്ടുണ്ട്. അന്ന് അതാണ് ഇവിടെ തന്നെ MG കോളേജിന് എത്ര ഏക്കർ സ്ഥലം നടക്കുന്നത്. അവിടെ സർക്കാർ എടുത്ത് പോവുകയാണ്. SN കോളേജിനെ അതുപോലെ തന്നെ പല കോളേജ് എടുത്ത് നോക്കണം. 10-20 കോളേജിനെ പഴയ സർക്കാർ ഭൂമിയിലാണ് നടത്തുന്നത്.
ഞങ്ങൾ അത് ഇത് കഴിഞ്ഞതിന് ശേഷം അവരുടെ ലിസ്റ്റനുസരിച്ച് ക്യാബിനറ്റിൽ പോയി കരുണാകരൻ സാറിൻ്റെ വിരകളാണ് നമുക്ക് പതിച്ചു തരാൻ തീരുമാനിക്കുന്നത്. പതിച്ചു തരുന്നതിന് പാർലമെൻറ്റ് വന്നിട്ട് 20 വർഷത്തിന് മുമ്പ് ഭൂമിക്ക് എന്ത് വിലയുണ്ടോ ആ വില നിശ്ചയിച്ചിട്ട് വസ്തുക്കളൊക്കെ നടന്ന് പരിശോധിച്ചിട്ട് ആ വിലയ്ക്ക് നമുക്ക് തരാനായിട്ട് തീരുമാനിച്ചു. ആ വിലയ്ക്ക് 10 പാർലമെൻറ്റുകാർ പരിശോധനയൊക്കെ നടത്തി റിപ്പോർട്ട് അയച്ചു, കൈശാസ്ത്രം പരിശോധിച്ചു. എന്നിട്ട് ഇത്ര രൂപ അടയ്ക്കുന്നത് കൊണ്ടുവന്ന് പണം അടച്ച് അതിന് പട്ടയം കിട്ടുന്നത്. പട്ടയം തന്നെ നമുക്കാണ് ആദ്യം കിട്ടിയത്. വഞ്ചിക്കാലത്തേക്ക് ഇന്നാണ് കിട്ടിയത്. എവിടെ ഈ ലോ അക്കാദമി തമ്മിലുള്ള വാർത്താക്കുറിപ്പിൽ മാനേജ്മെന്റിന്റെ വാർത്താക്കുറിപ്പിൽ ഡോക്ടർ ലക്ഷ്മിനാരെ സ്ഥാനം ഒഴിഞ്ഞു എന്നാണ് പറഞ്ഞത്. കുറച്ചു മുമ്പ് പറഞ്ഞത് ഈ വിവരം അറിയിച്ചിട്ടുണ്ട്, ലക്ഷ്മിനാരെ സ്ഥാനം ഒഴിയാൻ തീരുമാനിച്ചു എന്നാണ് പറയേണ്ടത്. സ്ഥാനം ഒഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ആ തീരുമാനം ലക്ഷ്മിനാരോടെ അംഗീകരിച്ചു എന്ന് തന്നെയാണ് എഴുതിക്കുന്നത്. സാറ് പറഞ്ഞു 5 വർഷത്തേക്ക്. ഈ കാര്യം ഈ റിലീസിലില്ല. 5 വർഷത്തേക്കാണ് മാറ്റി നിർത്തിയെന്ന കാര്യം ഈ റിലീസിലില്ല. നിങ്ങൾ ചോദിച്ചുകൊണ്ട് പറഞ്ഞതാ 5 വർഷത്തേക്കാണ്. 5 വർഷത്തേക്ക്. അപ്പൊ സാർ വ്യക്തതയ്ക്ക് വേണ്ടി ചോദിച്ചാൽ 5 വർഷവും ഈ ഡയറക്ട് ബോർഡ് അംഗം എന്ന നിലയിൽ തുടരുന്നതല്ലാതെ ഇവിടുത്തെ വേറെ അക്കാഡമിക് കാര്യങ്ങളിലൊന്നും ഇടപെടില്ല. നമുക്ക് ആളില്ലാത്ത കുഴപ്പം. PhD ഒക്കെ ഉള്ള ഒരാളെ കിട്ടാൻ അത്യാവശ്യം. ഒപ്പിട്ട് കൊടുത്തായിരുന്നു. അതിൽ പറയുന്നത് 5 വർഷത്തേക്ക് മാറി നിൽക്കും എന്നുള്ളതാണ്. അത് സാറ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് 5 വർഷത്തേക്ക് മാറി നിൽക്കുമെന്ന് അവർ പറയുന്ന ആവശ്യങ്ങൾ അംഗീകരിച്ചു. അവരും ആവശ്യമല്ല. 5 വർഷം ഈ യൂണിവേഴ്സിറ്റി റിപ്പോർട്ടിന് 5 വർഷത്തേക്ക് 5 വർഷം നിയമാനിട്ടുണ്ട് എക്സാമിനേഷൻ. അതുകൊണ്ട് 5 വർഷം തുടരുമല്ലോ. രാവിലെ തൊട്ട് ഗസ്റ്റിനെ കോർഡിനേറ്റ് ചെയ്യണം, മറ്റേ അളിയൻ്റെ അടുത്ത് മൊണ്ടാഷ് ചെയ്യണം. അത് ഞാൻ റിട്ട് മൂവ് ചെയ്യാതിരിക്കും. അത് പറ്റില്ല. ഇപ്പം പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ വരണത് താല്പര്യമില്ല. ഷീസ് നോട്ട് ഇൻട്രസ്റ്റഡ്. ചെവി നല്ലോണം കേട്ടൂടാ. എനിക്ക് അതിന് 20,000 രൂപ കൊടുത്ത് സൂപ്പർ വാങ്ങിച്ച് വെച്ചിട്ട് കേട്ടൂടാ. വിദ്യാർത്ഥി സംഘടന ഉന്നയിച്ചിരുന്ന എല്ലാ ആവശ്യങ്ങളും 16 ആവശ്യങ്ങളും ചർച്ച ചെയ്ത് മിക്കവാറും അംഗീകരിച്ചു. അതായത് ആ പ്രശ്നങ്ങളൊക്കെ പിന്നെയാണ് ഉടനെ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സമരം ചെയ്ത് സമരസമായി ഈ ഗവൺമെൻറ് ഉടനെ തന്നെ KSUവിൻ്റെ ഒരു പയ്യനച്ച് ക്രിസ്തി ഞങ്ങൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് തുടങ്ങിയാണ്. അപ്പോൾ AS ഒന്നും പ്രസംഗിക്കാൻ സമയം കിട്ടത്തെ സമരത്തിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. പെട്ടെന്ന് കൊണ്ടതാണ്. ഇതെന്തോ പ്ലാനിട്ട് ആരൊക്കെ ചെയ്യിച്ചതാണ് ഞങ്ങൾ തലച്ചുകൊണ്ടില്ല. നേരത്തെ പറഞ്ഞതേ സാറ് ഭൂമിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം, നമ്മൾ ലോ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിരുന്നു, നമ്മൾ എയ്ഡഡായി മാറിയില്ല, നമ്മൾ സ്വകാര്യമായി നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെ സ്വകാര്യ കോളേജിന് എങ്ങനെയാണ് വർഷം സർക്കാർ ഗ്രാന്റ് തരുന്നുണ്ടോ? ഗ്രാൻഡില്ല. വിദ്യാഭ്യാസ മന്ത്രി ഗ്രാന്റ് നൽകുമെന്നാണ് പറഞ്ഞത്. ഗ്രാൻഡില്ല. യൂണിവേഴ്സിറ്റി ഗ്രാൻഡില്ല, ഗവൺമെന്റ് ഗ്രാൻഡ്. ഗ്രാൻഡിലാണ് ആദ്യമേ ഓടിക്കുന്നത്. ഇതുവരെ ഗ്രാൻഡ് വാങ്ങിച്ചിട്ടില്ല. സർക്കാരിൽ നിന്ന് ഒരു പണവും സഹായം വാങ്ങിച്ചിട്ടില്ല. കളയന വാങ്ങിച്ചിട്ടില്ല. മറ്റേതെങ്കിലും സൊസൈറ്റിക്കല്ല. കുട്ടറോഡിൽ നമുക്ക് റിസർച്ച് സെന്ററുണ്ട്. റിസർച്ച് സെന്ററിന് 3 ലക്ഷം രൂപ ഇയർലി കിട്ടുന്നുണ്ട്. 1 ലക്ഷം രൂപയായിരുന്നു. 3 ലക്ഷം രൂപ മാണി സാറുണ്ട്. സർക്കാർ ആരോഗ്യ വാങ്ങിച്ചതല്ല, സ്ഥലം വാങ്ങിച്ചത് ലാക്കാരുടെ സ്വന്തം കാശ് കൊടുത്താണ് വാങ്ങിച്ചത്. വിദ്യാഭ്യാസ ആവശ്യത്തിനാണ്. അത് 3 ലക്ഷം രൂപയുള്ളത് ഒരുപാട് കാശ് കൊടുക്കാറുണ്ട്. അത് ശേഷം 2 തവണ 1 കോടി രൂപയും 75,000 രൂപയും ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കിന്റെ പേരൂർ ബാങ്ക് കോളേജിന്റെ അക്കൗണ്ടിൽ നിക്ഷേപിച്ചു. അത് വിദ്യാർത്ഥികളുടെ വിദ്യാർത്ഥികളുടെ കളക്ട് ചെയ്താണെന്നുള്ള വ്യാജാനം നിക്ഷേപിച്ചത് അത് കോളേജിലെ എമൗണ്ട് ആണോ എന്ന് അറിയാനുള്ളൊരു കോളേജിലെ എമൗണ്ട് പരിശോധിച്ച് കൊടുക്കണം. തെറ്റാണ് കൊടുക്കുന്നത്. കോളേജിലെ എമൗണ്ട് അതായത് ഡിമോണിറ്റൈസേഷന് ശേഷം 1 കോടി രൂപയും ഒരു തവണ 75 ലക്ഷം. 75 ലക്ഷം രൂപ. 1 കോടി രൂപ. 45.
45 ലക്ഷം രൂപ. 45 ലക്ഷം രൂപ. കാരണം ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻ കമ്മിറ്റി എന്ന് പറഞ്ഞത് കമ്മിറ്റി കറണ്ട് അക്കൗണ്ട് തുടങ്ങിയിട്ട് അത് ആഘോഷിക്കാത്തതിനാണ് ചുമതല. ആ കമ്മിറ്റിയിൽ അതിലിട്ട് അതിൻ്റെ ഫണ്ട് ലക്ഷം ഇങ്ങനെ അത് അതിൻ്റെ എല്ലാ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട്. ഇത് വാങ്ങിക്കാത്തവരാണ്. അല്ലെങ്കിൽ രണ്ടാമത് കളക്ട് ചെയ്യും. അതെ അതെ അത് കൊടുത്തിട്ട് കൊടുത്താണ് അറിഞ്ഞൂടാ. ഈ പരിശോധിച്ചു എനിക്ക് അറിഞ്ഞൂടാ. കാരണം അതിന്റെ ഫൈനാൻസ് ഓഫീസറാണ് കാശ് നേരിട്ട് എനിക്ക് അറിഞ്ഞൂടാ. കോടതിയിൽ പോയി വിധി അനുവദിച്ചു പ്രിൻസിപ്പാളിട്ട് വരാൻ പറ്റും. ഇങ്ങനെ ലക്ഷ്മിനാരായണൻ കോടതിയിൽ പോകാനോ വിധി അനുകൂലമായാലും തിരിച്ചു വരാനുള്ള സാധ്യത തിരിച്ചിവിടെ വരുന്നത് ഇപ്പൊ വരുന്ന പ്രശ്നമില്ല. അവരറിയില്ല. കോടതി വിധിയുമായിട്ട് അയാൾ വരിയില്ല. കോടതി വിധി കിട്ടിയാലും വരിയില്ല. അച്ഛനപ്പെടുത്തിയാലും വരിയില്ല. അച്ഛൻ പറഞ്ഞ രാജിവെക്കുന്ന അതുപോലെ കേട്ടില്ല. രാജിവെക്കുന്ന പ്രശ്നമില്ല. മാനേജ്മെന്റിന്റെ തീരുമാനം രാജിവെക്കുന്നത് 27 കൊല്ലം സർവീസായിട്ട് എന്തെല്ലാം ആനുകൂല്യങ്ങളും പലതും ഒക്കെ ഉണ്ട്. അത് കളഞ്ഞിട്ട് ഉടനെ രാജിവെക്കാൻ പറ്റുമോ? ആരെങ്കിലും അംഗീകരിക്കും. അത് കോടതി തന്നെ അങ്ങനെ രാജിവെച്ചാൽ കോടതി അംഗീകരിക്കും. അല്ലാതെ കിടന്ന് കളഞ്ഞാൽ ഉടനെ നഷ്ടമായിരിക്കും. മാനേജ്മെന്റ് സ്വാഭാവികമായും ലക്ഷ്മിനാരായൺ കോടതിയെ സമീപിക്കുകയും പ്രിൻസിപ്പളായി തിരികെ വരണം എന്നൊരു ആവശ്യം ഉന്നയിക്കുകയും ചെയ്ത് സ്വാഭാവികമായും മാനേജ്മെന്റ് ഒരു പാർട്ടിയാവും. മാനേജ്മെന്റ് വാദം പറയാതെ ഒരു വക്കീലെ വെക്കേണ്ടതായിരുന്നു. അങ്ങനെ വന്നാൽ ഈ വാദം തന്നെ മാനേജ്മെന്റ് ഇവിടെ ആവർത്തിക്കുമല്ലോ. ലക്ഷ്മി നായരെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയിരിക്കുന്നു, മാറ്റിയിരിക്കുന്നു. ഈ തീരുമാനമാണിപ്പോൾ നാരായണൻ നായർ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്.